ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം B3 ലൈഫ് കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചാറ് കൂട്ടാൻ ഉണ്ടാക്കിയാലോ? നമുക്കിന്ന് പരിപ്പും കായും ഇട്ടുള്ള എരിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ ചാറ് കറി സ്പെഷ്യൽ. സാമ്പാറും രസവും മോരും ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ സ്പെഷ്യലാണ് കായ എരിശ്ശേരി. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഹലോ, അപ്പം നമ്മളിത് ചെയ്താൽ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കുതിരാനിട്ടിട്ടാണ് കുക്കറിനകത്ത് ഇടുന്നത്. ഒരു 10 മിനിറ്റ് കുതിരാനിട്ട് കുക്കറിലോട്ട് മാറ്റുവാണ്. കുക്കറിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമ്മളൊരു ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 വിസിൽ വേരും കേട്ടോ. അതുവരെ അത്രയും വേവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഒരു ഏത്തക്ക ഇരിപ്പുണ്ട്. അപ്പം അത് തൊലി കളഞ്ഞ് സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അരിഞ്ഞത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, പെട്ടെന്ന് കറ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിനകത്ത് ഇതിരുന്ന് പോകട്ടെ. അപ്പം നമുക്കത് അരിയാം. ഏത്തയ്ക്ക നമുക്കെടുത്ത് അരിയുന്ന സമയത്തിന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റിലിനകത്ത് ചായ ഇടുന്നത്. കെറ്റിലിനകത്ത് വെള്ളം തിളച്ച് വന്നിരുന്നു. ചായപ്പൊടി കപ്പിനകത്ത് എടുത്ത് അതൊക്കെ ഒന്ന് കുടിച്ച് ഒരു റിലാക്സൊക്കെ ചെയ്താണ് കായൊക്കെ അരിയുന്നത്. രാവിലെ നേരെയല്ലേ, അപ്പം കുറച്ച് കട്ടൻ ചായ കുടിക്കുവേ, ഒരു ഗ്ലാസ് കുടിക്കും. അപ്പം നമ്മുടെ ഏത്തയ്ക്ക അവിടെ ഇരിപ്പുണ്ട്. ഏത്തയ്ക്ക തൊലി കളഞ്ഞ് ഫുള്ള് തൊലി കളയത്തില്ല കേട്ടോ. അതിൻ്റെ ആ 4 ഭാഗത്തെ ഇതുണ്ടല്ലോ, അതേ കളയത്തുള്ളൂ. എന്നിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടും. ഇങ്ങനെയാണ് അരിയുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരിഞ്ഞു വയ്ക്കും. ആ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വെച്ചാൽ അതിനകത്തെ കറയൊന്ന് മാറിക്കിട്ടാൻ കേട്ടോ. ഇത് ഈ ജനലിലിരിക്കുന്ന ജഗ്ഗ് ഉണ്ട്, കഷോടം കൊണ്ട് വെച്ചതാണ് കേട്ടോ. എന്നതൊരു ഗപ്പിക്കുഞ്ഞോ അതെന്തൊക്കെയുണ്ട്, കുറച്ച് പായലൊക്കെ ആയിട്ടൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അത് നമ്മുടെ പരിപ്പ് പൂവ് സെറ്റായിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ കായും ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ട അരപ്പെന്ന് പറഞ്ഞാൽ അത് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി എടുത്തിട്ടില്ല, അതിൻ്റെ കുറച്ച് മിച്ചം വന്നായിരുന്നു. കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എത്ര അരച്ചെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ കടുക് താളിക്കുവാണ്. കടുക് ഇട്ടു, അതിനകത്തേക്ക് സവോളയും നമ്മുടെ കരിവേപ്പിലയും ഇട്ടു. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു ചിരവ തേങ്ങ ഇടുന്നുണ്ട്, വറുത്ത് അതിൻ്റെ അകത്തേക്ക് തന്നെ വറുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തിളച്ച് ഇപ്പോൾ അത് അരപ്പ് റെഡിയാക്കി മിക്സി ജാറിനകത്ത് ഇരിപ്പുണ്ട്, അതും ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. പിന്നെ നമുക്ക് ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ കൂട്ടിനകത്തോട്ട് ഇടാം. അപ്പോൾ തേങ്ങ വറുത്തും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ എരിശ്ശേരിക്കെല്ലാം തേങ്ങ വറുത്തിടാറുണ്ടല്ലോ, പ്രത്യേക ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ സാമ്പാറോ അവിയലോ ഒക്കെ വിട്ടിട്ട് വേറെ ഒരു ടേസ്റ്റിൽ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കി നോക്കാം. ഇതിന് പപ്പടമൊക്കെ ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് പപ്പടമൊക്കെ ഇടുമ്പോൾ ഒരു ഇച്ചിരി എരിവുള്ള എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാനിന്ന് കക്കാർച്ചയാണ് എരിവ് കൂട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ചാറൊക്കെ എടുക്കാം, ചീനിച്ചട്ടിയിൽ എണ്ണമയം കൂടെ അതൊന്നും എടുക്കാൻ വേണ്ടി അങ്ങനെയും ചെയ്യാറുണ്ട്. അത് ഇത്രയും റെഡിയാക്കി കടുകൊക്കെ താളിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാനത് ഉപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഏത്തയ്ക്ക ഒന്ന് പോകാനെ സമ്മതിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായവർ, ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ചാറ് കറി. അപ്പോൾ ഇതൊന്ന് ദേവൻകുട്ടി കാസർഗോഡ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കോമ്പിനേഷനായിട്ട് അതിൻ്റെ കൂടെ കക്കാർച്ചയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഏത്തയ്ക്ക ഒരെണ്ണം ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ നമുക്കൊരു മെഴുക്ക് വരട്ടാനും കാണത്തില്ല. അവിയലിന് വെക്കാൻ കഴിഞ്ഞ ദിവസം 28 ചടങ്ങൊക്കെ നടന്നുകൊണ്ട് അവിയലും കാര്യങ്ങളൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നങ്ങനെ അവിയൽ വെച്ചില്ല. അപ്പോൾ പരിപ്പ് ഇട്ട ഒരു ചാറുകറി ആയാലും എന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് ആ ചാറുകറി വെച്ചത് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻസിലൂടെ അറിയിക്കും അഭിപ്രായങ്ങൾ നല്ലതായിരുന്നു എന്ന്. ഇത്രയേ ഉള്ളൂ. ബായ്. ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഈ കറി കൂട്ടിയാട്ടോ ഞാനിന്ന് ചോറുണ്ണുന്നത്. ഓക്കെ, എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ, ഫുഡ് റെസിപ്പി ഇത്രയേ ഉള്ളൂ. ബായ്. താങ്ക് യു.